പ്രിയമുള്ളവരെ, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗോവിന്ദ മാഷെ, നമസ്കാരം. പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. പുതുവത്സരാശംസകൾ. മാഷെ യാത്രയുടെ തിരക്കിലാണെന്നറിയാം, എങ്കിലും രാവിലെ മാഷിനെ ഒന്ന് കേൾക്കണം എന്ന് തോന്നി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 2026 സംഭവബഹുലമായിരിക്കും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 100 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് പ്രതീക്ഷ മാഷെ 2026? 2026 നല്ല പ്രതീക്ഷയാണ് കേരളത്തെ സംബന്ധിച്ച്. സാർവദേശീയ തലത്തിലും ഇന്ത്യയിലും വളരെ സങ്കീർണവും അതുപോലെ തന്നെ അപകടകരവുമാണ് കാര്യം. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു അവസ്ഥ. ട്രംപും സാമ്രാജ്യത്വവും ഏത് സമയവും ഏത് രാജ്യത്തിനെതിരായിട്ടും കടന്നാക്രമണം നടത്താനുള്ള അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ സാമ്പത്തിക മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ സംഘർഷം ഇപ്പോൾ ലോകം മുഴുവൻ ഓരോ രാജ്യവും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതധ്രുവീകരണവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. അതും ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തന്നെ 2026 തുടരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സന്ദർഭത്തിൽ പ്രതീക്ഷയോടുകൂടി ലോക ജനതയ്ക്ക് കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലൊരു തുരുത്ത് കേരളം തന്നെയാണ്. ഒരു ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളം മുന്നോട്ടേക്ക് പോവുകയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിൽ പ്രതീക്ഷയുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ വമ്പിച്ച പ്രതിസന്ധികളുണ്ട്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്ത് ലോകം മുന്നോട്ടേക്ക് പോകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മൂന്നാമതൂഴം 2026 CPM-ന് ലഭിക്കുകയാണെങ്കിൽ രണ്ടാമതൂഴം പോലെ തന്നെ വലിയ ചരിത്രമായി മാറും. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് മാഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം ടേമിലേക്കുള്ള യാത്ര ശക്തിയായ രീതിയിൽ കുറേയും കൂടി ജാഗ്രതയോടെ നടത്തണം എന്നുള്ള സൂചനയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. മാഷെ, ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളാണുള്ളത്. ഒന്ന്, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണം മാഷ് വിശദീകരിച്ചു, ഞങ്ങളത് കേട്ടു. അപ്പോഴും സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM വിലയിരുത്തുമ്പോൾ CPയുടെ വിലയിരുത്തൽ അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. LDF-ൽ അക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോൾ ഒരേ അഭിപ്രായം മാത്രമേ ഉള്ളൂ. രണ്ടഭിപ്രായം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഞങ്ങളത് കൈകാര്യം ചെയ്തിട്ടില്ല. പാർട്ടി എന്ന രീതിയിലാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പരസ്യമായിട്ട് പറയേണ്ട കാര്യം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാഷെ, ഈ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന കൂടി കണ്ടിട്ടുണ്ടാവും മാഷ്. ഒരു പക്ഷേ CPIയെ ചതിയൻ ചന്തു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചത്. ചില വാചകങ്ങളെങ്കിലും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? കുറച്ച് നിയന്ത്രിക്കേണ്ട സമയമായോ? പാർട്ടി അതിനകത്തൊരു നിലപാടെടുക്കേണ്ട സമയമുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ നിയന്ത്രിക്കാനൊന്നും CPM-ന് ഉത്തരവാദിത്വമില്ല, ബാധ്യതയുമില്ല. അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കും, തെറ്റായ ഒന്നിനെയും അംഗീകരിക്കുകയും ചെയ്യില്ല. ഇതാണ് ഞങ്ങളുടെ സമീപനം. മുമ്പും അത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ഈ CPIയെ ചതിയൻ ചന്തു എന്ന് വിശേഷിപ്പിച്ചതിനെ പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുമോ മാഷെ? കാരണം നമ്മൾ LDF-ലെ ഒരു ഘടകകക്ഷിയാണ്. അങ്ങനൊരു പ്രസ്താവന ഒരു നേതാവിൽ നിന്ന് വരുമ്പോൾ CPM-ന് നിലപാടുണ്ടാവില്ലേ? CPIM-ഉം CPI-യുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ളത് ഇന്ത്യയിൽ. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലാണ് CPI-യെയും CPM-നെയും ഞങ്ങൾ കാണുന്നത്. അതിനെതിരായിട്ട് തെറ്റായ ഒരു പ്രവണതയെയും തെറ്റായ ഒരു പ്രചാരവേലയെയും ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യില്ല. ആ ചതിയൻ ചന്തു എന്ന പ്രയോഗത്തെ CPM അംഗീകരിക്കില്ല, അതിന് ഒരു പിന്തുണയുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അതിലെ മർമ്മപ്രധാനമായ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ CPIM-ഉം CPI-യുമാണ്. അതിനെ കലുഷിതമായ രീതിയിലുള്ള എന്തെങ്കിലും പ്രയോഗങ്ങളോ വാക്പ്രയോഗങ്ങളോ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു ശ്രമത്തിനോടും ഞങ്ങൾ യോജിപ്പില്ല.
വ്യക്തമാണ്. മാഷ, ഒരു കാര്യം കൂടി, ഈ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2021 വലിയ രീതിയിൽ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടി. ഇപ്പോഴും ന്യൂനപക്ഷ വിഭാഗത്തിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പമുണ്ട്, ഇല്ലയെന്ന് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഒരു ഭാഗത്തേക്ക് UDF നിന്ന് അകന്നുപോയ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ UDF തിരിച്ചെത്തി എന്ന് മാഷിന് തോന്നുന്നുണ്ടോ? അതിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റേതടക്കമുള്ള ചില പ്രസ്താവനകളും PMC പദ്ധതി സൃഷ്ടിച്ച വിവാദങ്ങളുമൊക്കെ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ടോ മാഷേ? ഒരു കാര്യം മാത്രമേ ഞങ്ങളതിൽ ഗൗരവപൂർവ്വം കാണുന്നുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മുസ്ലിം ജനസമൂഹം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയിരിക്കുകയാണ് എന്നുള്ള നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നല്ലപോലെ മുസ്ലിം ജനസാമാന്യം 80% വരെയുള്ള സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മുസ്ലിം ഏകീകരണം വന്നു, കേരളത്തിലുടനീളം അതാണ് സംഘടിപ്പിച്ചത് എന്ന രീതിയിലുള്ള ഒരു നിലപാടിനോട് ഞങ്ങളില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം ജനവിഭാഗം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ പരസ്യമായിട്ട് സമ്മതിച്ച കാര്യമാണ്. അതിൻ്റെ ഭാഗമായി അവരാഗ്രഹിച്ച രീതിയിലുള്ള ഏകീകരണം വന്നുവോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഈ PMCയിൽ സൃഷ്ടിക്കപ്പെട്ട വിവാദവും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയും യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ ഒരു പരിധിവരെ UDF പാളയത്തിൽ എത്തിക്കുന്നതിന് കാരണമായി എന്ന് മാഷ് കരുതുന്നുണ്ടോ? അല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കോൺഗ്രസും അതിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളും നടത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഞങ്ങൾക്ക് സംഘടനാപരമായ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മേഖലകളിൽ ഞങ്ങളതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കണ്ടത്. അതാണ് വിശദീകരിച്ചത്. പക്ഷേ ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുക. കാരണം ഈ ചർച്ചയിൽ, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ നാവായി പിണറായി പ്രവർത്തിക്കുന്നു എന്ന മട്ടിലുള്ളൊരു പ്രചരണം മറുഭാഗത്തുണ്ട്. CPIക്ക് തന്നെ ഇക്കാര്യത്തിലൊരു അതൃപ്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി അല്ല LDF എന്നാണ് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത്. ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മലപ്പുറം പ്രസ്താവനയൊക്കെ മാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ CPM ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല, അത് ശരിയാണ്. പക്ഷേ അതിനോട് ഇപ്പോഴും കൃത്യമായ പ്രതികരണം മുതിർന്ന CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാഷിന് എന്താ തോന്നുന്നത്? അത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മളുടെ സാമൂഹിക ആരോഗ്യത്തെ ദുർബലപ്പെടുത്തില്ല? ഞങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രദേശത്തെയോ ഒരു പ്രദേശത്തെ ജനതയെയോ വർഗീയമായി ചിത്രീകരിക്കുന്ന നിലപാടിനോട് അതാരായാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. വെള്ളാപ്പള്ളി നടേശനായാലും യോജിപ്പില്ല എന്ന കാര്യം മുൻകൂട്ടി തന്നെ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അന്ന് ഞങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് തന്നെയാണ്. പക്ഷേ അതൊന്നുമല്ല മാധ്യമങ്ങൾ ഉപയോഗിച്ചത്. മാധ്യമത്തിന് ആവശ്യം എന്താ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ ചേർത്തുകൊണ്ട് അതിന് മസാല വെച്ചുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ലീഗും വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അതാ കാര്യം. മാഷെ, ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ പുതുവത്സരം കേൾക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒരു ക്രൈസ്തവ പുരോഹിതനും കുടുംബവും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവിടെ ക്രിസ്മസ് ആഘോഷിച്ചു എന്ന പേരിലായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തത്. ഞങ്ങളിന്ന് അവിടെ പോയി അവരെ കണ്ടു. അവർക്ക് ആശങ്കയുണ്ട് എന്നാണ് പറയുന്നത്. പൊതുവാകെ ഈ ക്രിസ്മസിൻ്റെ വേളയിൽ ഇത്തരം ആക്രമണങ്ങൾ നടന്നു. നിർഭാഗ്യവശാൽ കേരളത്തിലും അതുണ്ടായി. അല്ല, അതിലൊരു കാര്യമേ ഉള്ളൂ. ഇന്ത്യയിലാകെ വർഗീയ ധ്രുവീകരണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിഷം കുത്തിയിറക്കി ജനങ്ങളെ ഛിന്നഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ വർക്ക് അതിശക്തിയായിട്ട് സംഘപരിവാർ അതിന് ഭരണകൂട സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലുടനീളം. അതിൻ്റെ ഗൗരവതരമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും വാർത്തകളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരോഹിതന്മാർക്കെതിരായിട്ടുള്ള അവരുടെ കുടുംബത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അവർ ഉൽപ്പാദിപ്പിച്ച ഈ ആശയത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ്. അതാണ് ഇന്ത്യയുടെ വിചിത്രം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നത് കേരളമാണ്. കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കാലം അത്രയും ഒരു വർഗീയ കലാപത്തിലേക്കോ വർഗീയ സംഘർഷത്തിലേക്കോ എത്തിക്കാൻ അവർക്ക് സാധിക്കാതിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഓണാഘോഷിക്കുന്നതിൽ പ്രശ്നമില്ല, ഇവിടെ ബക്രീദ് ആഘോഷിക്കുന്നതിൽ പ്രശ്നമില്ല, ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ പ്രശ്നമില്ല. മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ ഈ കേരളം നിലകൊള്ളുകയാണ്.
ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ മേഖലയിൽ സംഘർഷാത്മകമായ സാഹചര്യമാണ് ഈ മത ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വ്യത്യസ്തതയുള്ള ഒരു ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളവും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെയും ഒരു പൊതുചിത്രം. ഓക്കെ, പക്ഷേ രണ്ട് കാര്യം ചോദിച്ചാൽ അവസാനിപ്പിക്കാമേ, എനിക്കറിയാം തിരക്കുണ്ടെന്ന്. ഒന്ന്, മാഷെ, ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമായി മാറി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇതാ അടൂർ പ്രകാശിനെ അടക്കം UDF കൺവീനറെ അടക്കം ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുത്തു, അതേപോലെ PS പ്രശാന്തിൻ്റെ മൊഴിയെടുത്തു. ഇത് യഥാർത്ഥത്തിൽ ഒരു ജാഗ്രതക്കുറവ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വല്ലാതെ രാഷ്ട്രീയമായി CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ആരൊക്കെ ചോദ്യം ചെയ്യണോ, ആരൊക്കെ പിടിക്കണോ, ആരൊക്കെ അറസ്റ്റ് ചെയ്യണോ എന്നെല്ലാം ഉള്ളത് SIT തീരുമാനിക്കേണ്ടതാണ്. ഹൈക്കോടതിയുടെ കീഴിൽ നടക്കുന്ന SIT അന്വേഷണത്തെ പൂർണ്ണ പിന്തുണ നൽകി ഏറ്റവും ശരിയായ ദിശാബോധത്തോടുകൂടി കൈകാര്യം ചെയ്ത പാർട്ടിയാണ് CPIM. അന്നും അതെ ഇന്നും അതെ. ഞങ്ങൾ അന്ന് പറഞ്ഞ 3 കാര്യം ഇന്നും പറയുകയാണ്. 1, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അയ്യപ്പൻ്റെത്. 2, ആരാണോ ഇതിൻ്റെ ഉത്തരവാദി അവരെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. 3, ആരായാലും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ഇല്ല. ഈ 3 കാര്യം ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. അതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അവസരവാദപരമായ ഒരു നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടതില്ല. അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിൽ നിരവധിയായ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നും അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യട്ടെ, നമുക്കറിയാലോ എന്താണ് ഇതിൻ്റെ അവസാനം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ചാർജ് ഷീറ്റ് വരുമ്പോഴാണ് ഓരോരുത്തരും ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള SIT റിപ്പോർട്ട് നമുക്കെല്ലാം മനസ്സിലാക്കാനാവുക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറായാലും വാസുവായാലും ആരായാലും അവർക്ക് ആവശ്യമായ നിലപാട് ഞങ്ങൾ സംഘടനാപരമായി സ്വീകരിക്കും. അതുവരെ സംശയത്തിൻ്റെ നിലയിൽ ആരെയെങ്കിലും എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു അഴകുഴമ്പൻ നയം സ്വീകരിക്കുക എന്നുള്ളത് CPM-നില്ല. ഏത് പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോലാഹലം ഉണ്ടായാലും. പക്ഷേ ഈ CI-മാരെയൊക്കെ ഇപ്പോൾ ഈ ടീമിലേക്ക് കൊണ്ടുവന്നത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ ചില രാഷ്ട്രീയ താല്പര്യമുള്ള രാഷ്ട്രീയ ചായ്വുള്ള CI-മാരുണ്ടെന്ന്. അതായത് SIT-യിൽ പുതുതായിട്ട് ചേർത്ത CI-മാർക്ക്, ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടെന്നും SIT അന്വേഷണത്തെ ദുർബലപ്പെടുത്താനും വഴിതിരിച്ചുവിടാനും വിവരങ്ങൾ ചോർത്താനുമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേരെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കുതറിച്ചാട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. അത് സ്വന്തം ഉത്തരവാദിത്തം മറച്ചു വെച്ചുകൊണ്ടുള്ള സമീപനവുമാണ്. ഈ കൊള്ളക്ക് അനുകൂലമായ നിലപാടാണ്. പക്ഷേ ഇനി ഞാൻ അധികം എടുക്കുന്നില്ല, നമുക്ക് വിശദമായി മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. 2026 അങ്ങനെ പുതുവത്സരത്തിൽ വ്യക്തിപരമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നൊരു രീതി ഉണ്ടോ മാഷിന്? പുതിയ പ്രതിജ്ഞ അങ്ങനെ ഒക്കെ? വ്യക്തിപരമായ പ്രതിജ്ഞയൊന്നുമില്ല. ഈ ലോകം, പ്രപഞ്ചം അതിൻ്റെ ചലനാത്മകതയിൽ രൂപം കൊള്ളുന്ന ഒരു പ്രത്യേക ദിവസം മാത്രമായിട്ടില്ലേ ഈ ദിവസത്തെ കാണേണ്ടിയുള്ളൂ. അത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പുതുവത്സരം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെയും വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും കാലം രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വർഷമായിട്ട് മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. താങ്ക് യു മാഷെ. അങ്ങനെ തന്നെ ആവട്ടെ, മാഷിനും ആശംസിക്കുന്നു. ഗംഭീരമായൊരു രാഷ്ട്രീയ വർഷമാവട്ടെ 2026. താങ്ക് യു മാഷെ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോവിന്ദൻ മാഷാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വാചകങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും CPM-നില്ല എന്നുള്ള കാര്യം അസന്ദിഗ്ധമായി മാഷ് പറയുന്നു. CPI ചതിയൻ ചന്തു എന്ന് വിളിച്ച പ്രയോഗത്തോട് യോജിക്കുന്നില്ല. അത്തരം കാലുഷ്യമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പരാമർശത്തെയും CPM അംഗീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ ആ അർത്ഥത്തിൽ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതശേഷി എത്രയുണ്ട് എന്നുള്ളത് CPM തിരിച്ചറിയുന്നു. നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, അത് വെള്ളാപ്പള്ളി നടേശനല്ല, ആര് പറഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രദേശത്തെ വർഗീയമായ ചുവയോടുകൂടി പരാമർശിക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് CPM അക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലാണെങ്കിലും അക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ചാർജ് ഷീറ്റ് വരുമ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വാസുവല്ല, പത്മകുമാറല്ല, ആരാണെങ്കിലും പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഉറപ്പു നൽകുന്നു.